ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയമാണ് PR-ന്റെ ബലത്തിലാണ് ഹൗസിൽ പലരും പിടിച്ചു നിൽക്കുന്നതെന്ന ആരോപണം ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ശക്തമായിരുന്നു. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്നത് നടി അനുമോളാണ്. ബിഗ് ബോസിൽ തുടരാൻ താൻ 16 ലക്ഷം രൂപ PR കൊടുത്തെന്ന് അനുമോൾ തന്നോട് പറഞ്ഞതായി ആദ്യം ഹൗസിൽ വെളിപ്പെടുത്തിയത് നടി ബിന്നിയാണ്. ഇതിനെ ചൊല്ലി വലിയ പൊട്ടിത്തെറിയാണ് ഹൗസിൽ നടന്നത്. എന്തായാലും താൻ PR ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഒരിക്കൽ പോലും അനു ഹൗസിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, വിജയകിരീടം ചൂടിയതിനു ശേഷം ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ PR-ന് എത്ര രൂപ താൻ നൽകിയെന്ന് അവർ വെളിപ്പെടുത്തുകയും ചെയ്തു. എനിക്ക് PR ഉണ്ട്, ഞാൻ ഈ പറഞ്ഞ 16 ലക്ഷം വാരി കൊടുത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വരികയായിരുന്നു. 1 ലക്ഷമായിരുന്നു PR-ന് കൊടുത്തത് എന്നായിരുന്നു അനുമോൾ വ്യക്തമാക്കിയത്. PR-ന് ഇനിയും പണം വാരി കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നും താൻ ശരിക്കും പിശുക്കിയാണെന്നും താരം പ്രതികരിച്ചു. അതേസമയം ബിഗ് ബോസിൽ വെച്ച് സമ്മാനമായി കിട്ടിയ കാറും അനുമോൾ PR വിനുവിന് നൽകാൻ ഒരുങ്ങുകയാണെന്ന ആരോപണം ചിലർ ഉയർത്തുന്നുണ്ട്. ഇപ്പോഴിതാ അതിന് ഉത്തരം നൽകുകയാണ് അനുമോൾ. ഫ്ലോറിൽ വെച്ചാണ് കാർ സമ്മാനമായി കിട്ടിയ വാർത്ത തന്നെ താൻ അറിയുന്നത്. ആ സ്പോട്ടിൽ ചിലർ ഉണ്ടാക്കിയെടുത്തു ആ കാർ ഇവനുള്ളതാണെന്ന്. അതെ, എല്ലാം ഞാൻ എല്ലാവർക്കും കൊടുക്കാം, എന്നിട്ട് ഞാൻ റോഡിലൂടെ തെണ്ടാം എന്നാണ് അനുമോൾ പ്രതികരിച്ചത്. അതിനിടെ അനുവിന്റെ വിജയത്തിൽ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ഇപ്പോഴും ചർച്ച കടക്കുകയാണ്. അനുമോളിനെ പോലെ ഒരാൾക്ക് ഈ സീസണിൽ വിജയിക്കാൻ എന്ത് യോഗ്യതയാണെന്നാണ് ചിലരുടെ വിമർശനം. ഒരാൾ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: ഇത്രയും സീസണിൽ വെച്ച് വ്യക്തിപരമായി ഏറ്റവും നിരാശപ്പെടുത്തിയ സീസൺ റിസൾട്ടാണ് ഇത്. ഏറ്റവും ബോറൻ സീസൺ 6 ആയിരുന്നുവെങ്കിലും ജിൻഡോയെ പോലൊരുതൻ എങ്ങനെ വിജയിച്ചു എന്ന് അലോസരപ്പെടുത്തുന്നുവെങ്കിലും വേറെ ആരെന്ന ചോദ്യവും ചായയിൽ തുമ്മിപ്പൊട്ടിയതും സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. ദിൽഷ ഓസിയടിച്ച് വിജയിച്ചതാണെന്ന അഭിപ്രായമുണ്ടെങ്കിലും വേറൊരു സീസണിലെ റിസൾട്ടും ഇത്രയും നിലവാരം കുറഞ്ഞതായി തോന്നിയില്ല. നിരാശ മലയാളം ഓഡിയൻസിനെ ഓർത്താണ്. ഷോ കണ്ട് ഓരോ മത്സരാർത്ഥിയെയും വിലയിരുത്തുന്നതിന് പകരം PR ടീമുകൾ ഉണ്ടാക്കി വിടുന്നു വെർഷനിൽ വിശ്വസിച്ച് ബുദ്ധിശൂന്യമായി വോട്ട് ചെയ്തവരാണ് ഭൂരിപക്ഷം പേരും എന്ന ഉറപ്പാണ്. ഇവരോടൊക്കെ എന്താണ് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അനുമോളുടെ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ 98 ദിവസം സർവൈവ് ചെയ്ത ഒരു ഉത്തരം മാത്രം. വോട്ട് കിട്ടുമെങ്കിൽ, അതിന് വേണ്ട പ്രൊമോഷൻ കിട്ടുമെങ്കിൽ ആരും സർവൈവ് ചെയ്യും. ഇത്രയും കൂതറ സ്വഭാവമുള്ള ആൾ, മുഴുവൻ സമയം കരച്ചിൽ ഡ്രാമ, ആൾക്കാരുടെ പുതപ്പിനടിയിൽ നോക്കി കിടക്കുക, ഒരു ടാസ്ക് പോലും ജയിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ക്യാപ്റ്റൻസി കിട്ടിയിട്ടില്ല, ഒരു 5 മിനിറ്റ് കരയാതെ സംസാരിക്കാൻ പറ്റാറില്ല, എഴുതാൻ നെഗറ്റീവുകൾ ഒരുപാടുണ്ട് എങ്കിലും നിർത്തുന്നു. മാന്യമായി മത്സരിച്ച് ടോപ്പ് 5-ലെത്തിയ അനീഷ്, ഷാനവാസ്, അക്ബർ, നിവിൻ എന്നിവർക്ക് അഭിനന്ദനങ്ങളും എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്ററുകളിൽ പറയുന്നത്. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.